കുട്ടിച്ചാച്ചെന്ന് ചോദിക്ക്. ചേട്ടാ ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. ഒന്നങ്ങോട്ട് ചെല്ലി. ജാബിർ ഹുദവി തൃക്കരിപ്പൂർ, ഇപ്പോ സൂംബ എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് വെറുക്കപ്പെട്ടതാകുന്നത്? സൂംബ എന്തുകൊണ്ടാണ് ഒരു ആഭാസമായി മാറുന്നത്? അതെ, ഇനി ഞാൻ എല്ലാം തുറന്നു പറയാം. അതിന്റെ ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ മതവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥിനികളെ ബാധിക്കുന്ന ഒരു തീരുമാനം എന്ന നിലയിൽ ഈ ഒരു തീരുമാനം വരുന്നത് എത്രമാത്രം ജനാധിപത്യപരമായിട്ടാണ്, എത്രത്തോളം ചർച്ചകളുടെയും പഠനങ്ങളുടെയും ഒരു പരിണിത ഫലമായിട്ടാണ് എന്ന ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. ഇതിന് മുൻപുണ്ടായ പ്രതികരണങ്ങൾ, അത് സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണങ്ങൾ, നാസർ ഫൈസി കൂടത്തായുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടായ പ്രതികരണങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന്, അബ്ദുൽ സമദ് പൂക്കോട്ടിന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായ പ്രതികരണങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാവുന്നതാണ്. ഒരു ചർച്ചയ്ക്ക് നേരിട്ട് വരുന്ന സമയത്ത് ഇപ്പം മൈക്കിനെ അഭിമുഖീകരിച്ച് എന്തെങ്കിലും പറയുന്നത് പോലെ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അങ്ങ് ഈ ജനാധിപത്യപരമായ സമീപനം എന്ന നിലയ്ക്ക് അതിനെ ഒന്ന് ലഘൂകരിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാ പിന്നെ ഞാൻ മറ്റേത് സ്കൂൾ കുട്ടികൾക്ക് സൂംബ ഡാൻസ് എന്ന് പറയുന്ന ഈ സംവിധാനം കൊണ്ടുവരിക എന്ന ആശയത്തിലേക്ക് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എത്തിയത് എങ്ങനെയാണ്? ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായ പഠനങ്ങളുടെയോ അല്ലെങ്കിൽ ഗവേഷണങ്ങളുടെയോ അടിസ്ഥാനത്തിലാണോ? അതെ, എന്നതാണ് ഉദ്ദേശം. അദ്ദേഹം ആ വിഷയം പറയുന്ന ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, കൃത്യമായി അതിന്റെ പേര് പോലും, ഈ സൂംബ ഡാൻസ് എന്ന പേര് പോലും അദ്ദേഹത്തിന് പറയാൻ ആ യോഗത്തിൽ സാധ്യമായിട്ടില്ല. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക്, ഒരാശയത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല പഠനങ്ങളോ അല്ലെങ്കിൽ ഗവേഷണങ്ങളോ സർക്കാർ നടത്തിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൂടെ എന്നൊരു ആശയം മുന്നോട്ട് വെക്കാൻ സാധിക്കും. അദ്ദേഹം ഒരു ആശയമായിട്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് പാഠ്യവിഷയത്തിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് ലഹരി വിരുദ്ധ പ്രചാരണങ്ങളുടെ ഭാഗമായി ലഘുവ്യായാമം, അതിനൊപ്പം വേണമെങ്കിൽ സൂംബ എന്ന നിലയ്ക്ക് അതൊന്ന് പരിശീലിക്കാം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അത് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പഠിച്ചോ, ഗവേഷണം നടത്തിയോ, ചർച്ച നടത്തിയോ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ടല്ലോ. മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ള ആഭാസം എന്ന് എന്ത് ഗവേഷണത്തിന്റെയും ചർച്ചയുടെയും ഭാഗമായി ഉരുത്തിരിഞ്ഞ ആശയമായിട്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ചുള്ള ആഭാസം നടത്താനുള്ള വേദി എന്ന് എന്തു ചർച്ചയും ഗവേഷണവും നടത്തിയിട്ടാണ് ഈ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്? അത്തരം ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടോ? ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല. ഈ സൂംബ ഡാൻസ് ഒരു വെസ്റ്റേൺ സിവിലൈസേഷന്റെ ഭാഗമായി, ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഡാൻസ് ആണ്. അതോടൊപ്പം ഇത് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലേക്ക് അയച്ചിട്ടുള്ള വീഡിയോകളിൽ, അതുപോലെ തന്നെ ഇത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രത്തിൽ ഒക്കെ ഈ രീതിയിൽ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു പരിഗണനയുടെ അകത്തു നിന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള വേഷവിധാനങ്ങളും, അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇഴചേർന്നുകൊണ്ടുള്ള ഡാൻസിന്റെ രൂപങ്ങളും രീതികളും ഒക്കെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആശങ്ക സ്വാഭാവികമായി മതനേതാക്കൾ എന്ന നിലയിൽ, മതവിശ്വാസികളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ അങ്ങനെ ഒരു ആശങ്ക ഉയർത്തിയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. ആ ആശങ്ക ദൂരീകരിക്കുന്നതോടൊപ്പം ഈ ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ അധ്യാപക സംഘടനകളോട്, വിദ്യാർത്ഥി സംഘടനകളോട് ഒക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അവരോട് ഇന്ന വേഷവിധാനത്തിൽ നിങ്ങൾ ഇപ്പൊ ഭരതനാട്യം കളിക്കുന്ന പോലെ, മോഹിനിയാട്ടം കളിക്കുന്ന പോലെ ഡ്രസ് ഇട്ടൊന്നും ഇവരാരും സൂംബ പ്രാക്ടീസ് ചെയ്യില്ല. പക്ഷേ ആ ഡ്രസ് ഇട്ട്, ആ വീഡിയോയിൽ അയച്ചിരിക്കുന്ന ഡ്രസ് ഇട്ട് തന്നെ വിദ്യാർത്ഥികൾ ഇത് പരിശീലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടില്ല. ഇത് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടേ എന്നുള്ളൂ. പിന്നെ ഇനി ആശയം പാശ്ചാത്യമായതിന്റെ പേരിലാണ് എങ്കിൽ നിങ്ങൾ പറയുന്നതിന്റെ അപകടകരമായ അവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ? എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇവിടെ തന്നെയുള്ള നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് പറയുന്നവരുടേതാണ് കേട്ടോ. നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ സംസ്കാരത്തോടും ആശയത്തോടും വിശ്വാസത്തോടും ചേർന്ന് നിൽക്കുന്ന, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന വിശ്വാസങ്ങൾ, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന ആചാരങ്ങൾ, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന അവകാശങ്ങൾ, നിങ്ങൾക്ക് എപ്പോഴാണ് മറ്റ് ആശയങ്ങളെ കുറിച്ച്, അതായത് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവരും അംഗീകരിക്കാത്ത, പലരും അംഗീകരിക്കാത്ത ആശയങ്ങളോട് വൈമുഖ്യം തോന്നി തുടങ്ങിയത്? നിങ്ങൾ ആരുടെ കുഴിയാണ് വെട്ടുന്നത്? പാശ്ചാത്യമായി എന്നതുകൊണ്ട് മാത്രം അതിനെ അന്ധമായി എതിർക്കണമെന്നോ തള്ളിക്കളയണമെന്നോ അല്ല പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഇത്തരം ചില കാര്യങ്ങൾ കൂടി ചേർന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ്
ഇത് അപകടകരമാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്ന സ്വാഭാവികമായ ആശങ്ക ഉയരുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ ഗവേഷണങ്ങൾ, നേരത്തെ പറഞ്ഞ ചർച്ചകൾ, നേരത്തെ പറഞ്ഞ ജനാധിപത്യപരമായ രീതി, ഇത് നടപ്പിലാക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരവോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളോ പുറത്തു വരുന്നത് അതുവരെ പോലും ക്ഷമിക്കാൻ കഴിയാത്ത അസഹിഷ്ണുത, ഈ വാക്കുകളൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം എന്ന് ഞാൻ ഒന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സർക്കുലർ വന്നു കഴിഞ്ഞു, അത് നടപ്പിലായി കഴിഞ്ഞല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പാഠ്യവിഷയമായി പഠിപ്പിക്കണമെന്ന് സർക്കുലർ അല്ല വന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതൊന്ന് പരിശീലിപ്പിക്കണം, അതുതന്നെ വേണമെന്ന് നിർബന്ധമില്ല. എങ്ങനെ നടപ്പിലാക്കണമെന്നില്ല. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ യൂണിഫോം ധരിച്ച് അവനവന്റെ മതവിശ്വാസവുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തോടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള, വിശ്വാസം അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടു. അങ്ങനെയും നടപ്പിലാക്കാം. ഇതിങ്ങനെയല്ല. അയച്ചു കൊടുക്കപ്പെട്ട വീഡിയോ എങ്ങനെയാണ് ഇത്തരം താല്പര്യമുള്ള ആളുകൾക്ക് കൈവശത്തേക്ക് എത്തിയതെന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. അതനുസരിച്ച് മാത്രമേ നടപ്പിലാക്കുകയുള്ളെന്ന് മുൻകൂർ ധാരണ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള അസഹിഷ്ണുത ഉണ്ടാവുകയും ചെയ്ത് എങ്ങനെയാണെന്നൊരു ആശങ്ക ഞാൻ മുന്നോട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഇങ്ങോട്ടൊന്നും പറയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇപ്പോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ, വിപണിയിലേക്ക് എത്തേണ്ട സിനിമ ഇതുവരെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണമായി ഉന്നയിക്കുന്നത് ആ പേരൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പുറത്ത് ഒരു വ്യായാമമുറ, സൂംബ എന്ന രീതിയിൽ ജനപ്രിയമായി മാറിയിരിക്കുന്ന ഒരു രീതി, അതിനെ അടച്ചാക്ഷേപിക്കുകയാണ്. അതിങ്ങനെ ആഭാസമാണ്, അത് മേനിയടക്ക് പ്രദർശിപ്പിക്കാനുള്ള മാർഗമാണ്, അതിന് പിന്നിലുള്ളത് മറ്റു ചില അജണ്ടകളാണ് എന്ന നിലയ്ക്കൊക്കെ എന്ത് പുതിയ ആശയം മുന്നോട്ട് വെക്കണമെങ്കിലും, എന്ത് പുതിയ കലാരൂപം മുന്നോട്ട് വെക്കണമെങ്കിലും ആരെയൊക്കെയാണ് സമൂഹം തൃപ്തിപ്പെടുത്തേണ്ടത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്നതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. മുസ്ലിങ്ങൾക്ക് മാത്രം കുരു പൊട്ടിയാൽ പോരല്ലോ, കുറച്ച് നമ്മളുടെ ഹിന്ദു മതവിശ്വാസികൾക്കും കുരുകളൊക്കെ പൊട്ടട്ടെന്നേ. അതാണ് ഇപ്പൊ നാട്ടുകാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് ഇവിടെ ഏത് പോലെയാണോ ഈ ഹിന്ദു മത വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശന വിധേയമാക്കിക്കൊണ്ട് സിനിമകളൊക്കെ വന്നിരുന്നത്, ആ കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിടുമ്പോൾ അത് ഒരു ഹൈന്ദവ ഒരു പുരാണത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ തടയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചുപോക്കാണ് സംഭവിക്കുന്നത്. നമ്മൾ നേടിയിരുന്ന ഒരു ഉന്നതിയിൽ നിന്നും പിന്നോട്ടുള്ള നടത്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാരാണ് വഴിവെക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഈ പറയുന്ന വിഷയത്തിലേക്ക് സൂംബയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരാം. ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ. ഇവൻ തന്നെയാ പ്രശ്നം. ഇരിക്കുന്നവ മുടിയും പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്തതിനുള്ള തെളിവ് ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. അത് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ പോലും കിട്ടില്ല. മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത്. പാല് കൊടുത്തുകൊണ്ട് കിടന്നിരുന്ന സ്ത്രീയുടെ പള്ളയിൽ കത്തി കുത്തി ഇറക്കിയ ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയാം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിന് ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന് വെളിച്ചം ലെവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നീ ഇതൊന്നും കേൾക്കണില്ലേ? കേൾക്കാതിരിക്കാൻ അവന്റെ ചവിട്ടി പഞ്ഞു വെച്ചേക്കാം. അതിനുവേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അങ്ങേക്ക് അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് ഞാനൊന്ന് മുഴുവനാക്കട്ടെ, എന്നിട്ട് ഞാൻ മുഴുവനാക്കിയിട്ട് നിങ്ങൾക്ക് വാസ്തവ വിരുദ്ധമായ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം. സത്യം പറയുമ്പോ മുഖം ചൊളിച്ചിട്ട് കാര്യമില്ല. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അങ്ങേക്കെന്നെ കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങ് നടത്തിയ പല പരാമർശങ്ങൾ, അങ്ങയുടെ ആദ്യത്തെ സെന്റൻസിൽ ഒരു വാക്ക് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. കോയാസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയത്. ഒരു മതത്തെയും ഒരു വിശ്വാസത്തിലെയും അതിൽ ഉൾപ്പെടുന്ന ആളുകളെയും അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ഒരു നിമിഷം അല്ല, പക്ഷേ അങ്ങ് പിന്നീട് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്, അല്ലേ? ആ നിലയ്ക്ക് ഹിന്ദുക്കളെ സംഖ്യകളെന്ന് ആരും വിളിക്കുന്നില്ല.
ആരിഫ് ഹുസൈൻ തെരുവത്ത് ഞാൻ അങ്ങയോട് വളരെ അതായത് അങ്ങ് ഇത്തരം ഈ സാമുദായിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സാമുദായിക താല്പര്യങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങേ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അങ്ങേ വളരെ ബഹുമാനപൂർവ്വം ചർച്ചയിലേക്ക് വിളിച്ചത്. പക്ഷേ ഹിന്ദുക്കളെ ആരും സംഖ്യകളെന്ന് വിളിക്കുന്നില്ല, മുസ്ലിംസിനെ ആരും കോയ എന്ന് വിളിക്കുന്നില്ല. അങ്ങനെ വിളിക്കുക, അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക, ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ്. ചുരുങ്ങിയതും ശുഷ്കമായതുമായി മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്തതുമായ കാഴ്ചപ്പാടാണ്. ഉപേക്ഷിക്കണം. വളരെ ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ എനിക്ക് സന്തോഷം. ഓക്കെ, വ്രണം പൊട്ടുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ദയം നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ കണ്ടത് ഒരു പച്ചയായ തട്ടിപ്പ് ശ്രമമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇവിടെ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത് ഇതൊരു തുണി അഴിച്ചിട്ട് നടത്തുന്ന ഈ അല്പവസ്ത്രധാരികളുടെ ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലാണ് ഇതിനെ ആദ്യം വിശദീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫൈസി ഇവിടെ പറഞ്ഞത് എന്താണ്, ഇതൊരു ആഭാസ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എയറിലാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഇത് ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തില്ല, പഠനമുണ്ടായില്ല എന്നാണൊക്കെ പറയുന്നത്. പഠനമുണ്ടായില്ല എന്നാണൊക്കെ പറയുന്നത്. പഠനമുണ്ട് എന്ന് വെച്ചാൽ ഈ സൂംബ പോലെയുള്ള ഈ എന്താ പറയാ ഒരു ഡാൻസ് ഫിറ്റ്നസ് മോഡൽസ് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് എയറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ മുന്നേ വന്നിട്ടുള്ളതാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. അതിനി ഓരോ സ്കൂളിലും നടത്തിയിട്ട് പഠനം വേണം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അല്ല ഇതിന്റെ രീതി എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നല്ലതാണ്. ഇതിന് ഗുണമുണ്ട് എന്നുള്ളത് മുന്നേ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊരു എയറോബിക് എക്സസൈസ് ഫോം ആണ് എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെറ്റായ പൊള്ളയായ ഇത്തരത്തിലുള്ള വാദങ്ങൾ അത് പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. ചെറിയ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേലാകർമ്മം അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത്? സ്ത്രീകളിൽ നിങ്ങൾ അത് നടത്തുന്നു, അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത്? എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നു. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാനാണ് പറയുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഞാനൊന്ന് ഇടപെടുകയാണ്. ഒറ്റ മിനിറ്റ്. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഫസൽ ഗഫൂർ, അടുത്ത ഞാൻ അങ്ങയിലേക്കാണ് വരുന്നത്. ഒരു നിമിഷം ഞാൻ പറയുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ പറയുകയാണ്, എനിക്കതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാനാണല്ലോ ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഈ ചർച്ച നടത്തുന്നത് ഞാനാണ്. ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഇടപെടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം തീവ്രമായ നിലപാടുകൾ, ഇത്രയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങ് പറഞ്ഞതിലേറെയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് പിൻവലിക്കേണ്ട ബാധ്യത അങ്ങയുടേതാണ്. അങ്ങ് തുടക്കം മുതൽ ഉപയോഗിച്ച വാക്കുകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ വളരെ തെറ്റായ തരത്തിലുള്ള ഉദ്ദേശങ്ങളും കൂടിയുണ്ടെന്ന് ശ്രീ ഫസൽ ഗഫൂർ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങേക്ക് അതൊന്ന് ക്ലാരിഫൈ വരുത്താൻ അതിലൊരു ക്ലാരിറ്റി വരുത്താനുള്ള ഒരു അവസരമാണ് ഇത്. ആ നിലയ്ക്ക് ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. ഇത് മതത്തിന്റെ വിഷയം തന്നെയാണ്. ഇത് സമസ്തയുടെ വേദിയിൽ നിന്ന് പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്നും ഇറക്കി വിട്ടതും അന്നും അവർ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞത് ഇത് മതം തന്നെയാണ് എന്നതാണ്. ഇവിടെ ഈ പറയുന്ന വിഷയം ആഭാസമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വിഷയം വെച്ചുകൊണ്ട് തന്നെയാണ്. അത് ഹയാ എന്ന് പറയുന്ന വിഷയമാണ് അവിടെ കടന്നു വരിക. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങ് സൂംബയെ കുറിച്ച് പറയണമായിരുന്നു. എങ്ങനെയാണ് ഇസ്ലാം മത വിശ്വാസ പ്രകാരം അത് അങ്ങനെ അതിനെ ന്യായീകരിക്കുന്നത് എന്ന് പറയണമായിരുന്നു. അതിന് പകരം അങ്ങ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തെ പറ്റി, അവരുടെ പ്രവാചകനെ പറ്റി, അവരുടെ ആചാരങ്ങളെ പറ്റി ആ നിലയ്ക്ക് സംസാരിച്ചു പോകുന്നത് അത്തരത്തിലൊരു ഹിതകൊണ്ടാണ് എന്ന നിലയ്ക്ക് അവർക്ക് ആരോപണമില്ലേക്കാം. ഇത് ഒരു ചർച്ച നടത്തുന്നത് സമൂഹം മുന്നോട്ട് പോകാനാണ്, സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനല്ല. വെറുപ്പുണ്ടാക്കുന്നതല്ല ഞാൻ പറഞ്ഞു. പിടിക്കപ്പെടുന്ന സമയത്ത് ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. താൻ ഒരാള് മാത്രം വിചാരിച്ചോണ്ട് ഈ രാജ്യം നന്നാവോടോ രാജ പോരാ, താനും കൂടി വിചാരിക്കണം പത്രോച്ചെ. അങ്ങനെ ഒരു തട്ടിപ്പ് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ സമ്മതിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല. ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ്? മതവിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല, അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയമല്ല. അവരത് അഡ്രസ് ചെയ്യട്ടെ, അവരുടെ പ്രശ്നമാണത്. എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇത് കൃത്യമായിട്ട് മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ആഭാസം എന്ന് വിളിച്ചത്. ആ മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ഈ പറയുന്ന അഴിഞ്ഞാട്ടം എന്ന് അവർക്ക് വിളിക്കാൻ കഴിയുന്നത്. എന്നെ കഷ്ടല്ലേ?
കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ല, അതിനെക്കുറിച്ച് അതിലൊന്നും നമുക്ക് പറയരുതെന്ന് തർക്കമില്ല. പറഞ്ഞാൽ പക്ഷെ ശരിയാവും. ആ വിഷയം പറയുമ്പോൾ ആ വിഷയം പറയാതെ മറ്റു കാര്യങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും പ്രവാചകനിലേക്കും വരെ എത്തിയെത്തുന്ന പരാമർശങ്ങൾ എന്താ കാരണം? ഉന്നയിക്കുന്നത്. കാരണം ജനാധിപത്യത്തെ കുറിച്ച് ഒരു വാദവരാതെ സംസാരിക്കുമ്പോ എവിടെയാണ് ഈ പറയുന്ന സാധനത്തിൽ അതിൽ മര്യാദയിൽ സ്വാഭാവിക പറയുന്ന വിമർശനം ജനാധിപത്യം ഉണ്ടാകുന്നുണ്ട്. വരുന്നത്? നോക്കൂ, നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്നവരാണ്. സ്വാഭാവികമായും വിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നതുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളെയാണ് എതിർക്കേണ്ടത്, വിശ്വാസത്തെ അല്ല എന്നുള്ളതാണ് വിശ്വാസം കാഴ്ചപ്പാട്. തന്നെയാണ് ഈ അജണ്ടയായിട്ട് മാറുന്നത്. അല്ലല്ല, അപ്പൊ നമുക്ക് രണ്ടും വിശ്വാസത്തിന്റെ കൂടി പേരിൽ ഒന്നായിട്ട് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ കാണാൻ കഴിയുന്ന കഴിയുള്ളൂ. അജണ്ടകളെയാണ്, വിശ്വാസത്തെ അല്ല. ആ നിലയ്ക്ക് ഈ വിശ്വാസം വിശ്വാസം മുന്നോട്ട് തന്നെയാണ് വെക്കാനുള്ള ഇവിടുത്തെ പ്രശ്നം. സ്വാതന്ത്ര്യം ഈ ഭരണഘടന വിശ്വാസം തന്നെയാണ് നൽകുന്നിടത്തോളം ഇവിടെ വിശ്വാസത്തെ സ്റ്റേജിൽ പറയുക കുട്ടിയെ എന്നുള്ളതല്ല, അവിടെ വിശ്വാസത്തിന്റെ പേരിൽ ഇറക്കി വിട്ടത് അടിച്ചേൽപ്പിക്കാൻ ഇതേ ശ്രമിക്കുന്ന വിശ്വാസം തന്നെയാണ്. അജണ്ടകളെ പറയുക എന്നുള്ളതാണ് സാമൂഹിക സ്റ്റേജിൽ നിന്നും ഉത്തരവാദിത്തമുള്ള കുട്ടിയെ ഇറക്കി വിട്ടതടക്കം ഇതേ മനുഷ്യരുടെ വിശ്വാസത്തിന്റെ ഉത്തരവാദിത്തം. ഭാഗമാണ്. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. Zimam zimam bing bing boo. Tum 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 tum